കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പാർട്ടി കണ്ടുകൊണ്ട് തിരിച്ചടി വന്നു. ഒരു BJP-കാരൻ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ലെന്ന് ആനപ്പുറത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന ആ പാർട്ടിക്ക് കേരളത്തിൽ എന്താണ് പറ്റിയത്? അവിടെ അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല, ദയനീയമായ പരാജയം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായിട്ട് ഉണ്ടായിട്ടുണ്ട്. ശ്രീ രാജേന്ദ്രൻ, ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി കൂടിയാണ്. പ്രധാനപ്പെട്ട കാരണം കേരളമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ എന്ത് നടപടി നാളെ കേന്ദ്ര കമ്മിറ്റി എടുക്കും? നമുക്കത് എന്ത് നടപടി എന്നല്ല ഇതിൽ പ്രധാനമായിട്ട് വരാൻ പോകുന്നത്. ഉടനടി ഒരു നടപടി വരുന്നില്ല. എല്ലാം ചർച്ച ചെയ്ത് താഴെ തലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷമേ നടപടി വരും. ഇതിൽ വെച്ചൊരു നടപടി വരില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കേന്ദ്രത്തി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. എന്തുകൊണ്ട് ഇങ്ങനെ പരാജയപ്പെട്ടു എന്നതിന്റെ കാരണം ചോദിക്കും, അതിന്റെ റിപ്പോർട്ട് ചോദിക്കും. 28, 29 തീയതികളിൽ നടക്കുകയാണ്. ചിലപ്പോൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്, ചർച്ചകൾ തീർന്നില്ലെങ്കിൽ. ഇന്ത്യയിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, ബംഗാളിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ട്, രാജസ്ഥാനിൽ നിന്നുണ്ട്, അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരെല്ലാം ഇത് വലിയ പ്രതീക്ഷയോട് നോക്കിയിരുന്ന കേരളത്തിലെ ഈ തിരിച്ചടി, ഒരുതരം ഇരുട്ടടി പോലെ വന്ന തിരിച്ചടി, അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് ബോധിപ്പിക്കാൻ ആവശ്യപ്പെടും. കാരണം കഴിഞ്ഞ തവണ ഇത് തന്നെ സംഭവിച്ചു. ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു. അന്ന് പറഞ്ഞത് കനൽ എന്തിനധികം എന്നാണ്. കാരണം ശബരിമല വിഷയത്തിലുണ്ടായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരപരമായിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു, പ്രതികരണമായിരുന്നു അതെന്ന് കമ്മിറ്റിക്ക് ബോധ്യമുണ്ടായി. അപ്പൊ നവോത്ഥാനത്തിന്റെ പക്ഷത്താണ് പാർട്ടി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിട്ട് അത് കണ്ടില്ല. പക്ഷെ ഈ പ്രാവശ്യത്തെ ഗുരുതരമായ വീഴ്ചയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം എങ്ങനെയുണ്ടായി, പാർട്ടി വിരുദ്ധ വികാരം എങ്ങനെയുണ്ടായി? കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പാർട്ടി കണ്ടുകൊണ്ട് തിരിച്ചടി വന്നു. ഒരു BJP-കാരൻ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ലെന്ന് ആനപ്പുറത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന ആ പാർട്ടിക്ക് കേരളത്തിൽ എന്താണ് പറ്റിയത്? അവിടെ അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല, ദയനീയമായ പരാജയം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായിട്ട് ഉണ്ടായിട്ടുണ്ട്. CPIയുടെ സ്ഥാനാർത്ഥി വന്യൻ രവീന്ദ്രൻ, അതുപോലെ തന്നെ ഇവിടെ സുനിൽകുമാർ, ഇവരൊക്കെ 3ാം സ്ഥാനത്തേക്ക് മാറിപ്പോകുന്ന കാഴ്ച. തോമസ് ഐസക്കിന്റെ പരാജയം, കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തോമസ്, അദ്ദേഹം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഒരു കാര്യത്തിൽ ഇടപെടുക, അതായത് സംസ്ഥാന കമ്മിറ്റിക്ക് തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒന്നും MP ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ഇപ്പൊ മുഖ്യമന്ത്രി ശൈലിയെ മാറ്റേണ്ട ആവശ്യമില്ല, ശൈലിക്ക് എന്നാ തുടരും. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ കേരളത്തിലെ 14 ജില്ലയിലും ജില്ലാ കമ്മിറ്റി ആയിരുന്നു. ജില്ലാ കമ്മിറ്റി കണ്ണൂർ ഉൾപ്പെടെ പാർട്ടി ജനം ഉൾപ്പെടെ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത്. മൈക്കിനെ പോലും മുഖ്യമന്ത്രി വെറുതെ വരുന്നില്ല. അപ്പൊ ഓരോ കാര്യം എണ്ണിയാണ് സദാർത്ഥമായി പറഞ്ഞിരിക്കുന്നത് കമ്മിറ്റി. അതെ, അതിരൂക്ഷമായിട്ടുള്ള നമ്മൾ പോലും ഓർക്കാത്ത കാര്യങ്ങൾ പോലും അത് പരാമർശ വിഷയമായി. എല്ലാ കാര്യങ്ങളും, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, മൈക്ക് തൊഴിലാളിയോട് കാണിച്ച ധാർഷ്ട്യം, അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈകോയിൽ സാധനം കിട്ടാതെ വന്നത്, ക്ഷേമദത്ത, ഇതെല്ലാം, ക്ഷേമ പെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയിൽ വന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ഔദ്ധത്യം, ഈ കാര്യങ്ങളെല്ലാം ചർച്ചയിൽ വന്നു. ജനങ്ങളുമായിട്ടുള്ള ഇഴയടുപ്പം ഇല്ലാതായത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കേരള കോൺഗ്രസുമായിട്ടുള്ള ബന്ധം പോലും ചർച്ചയായിട്ട് വന്നു. കേരള കോൺഗ്രസുമായിട്ട് ഒത്തിങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ, അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളും വരെ ഉണ്ടായി. എല്ലാ കാര്യങ്ങളും അങ്ങനെ വളരെ നിശ്ചിത വിമർശന ബുദ്ധിയോടെ ചർച്ച ചെയ്തു. തിരുവായിക്ക് പണ്ടും ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ വരുന്ന, അതാണ് അതിന്റെ പ്രത്യേകത. പാർട്ടിയിലെ ചില ആളുകൾക്കെതിരെയൊക്കെ വിമർശനങ്ങൾ, പാർട്ടിയുടെ നിലപാടിനെതിരെയും ഒബ്ജക്റ്റീവായിട്ടുള്ള വിമർശനം, ഇതും വ്യക്തിപരമായിട്ടുള്ള വിമർശനമാണ്. അതായത് CMRL കമ്പനിയുടെ ഇടപാട്, വീണാ വിജയന്റെ ഇടപാടുകൾ, ഇത് മുഴുവൻ ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ടെന്നുള്ളതാണ്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കമ്മിറ്റികളിലെ, ഈ കണ്ണൂർ കമ്മിറ്റിയിൽ അത്ര വലിയ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ വരില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെയും വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായി. കണ്ണൂരിലേക്ക് മടങ്ങിയപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞത് അല്ല ഗോവിന്ദൻ മാഷ് അവിടെ പറഞ്ഞത് ഗവൺമെന്റിലും തിരുത്തൽ വരുമെന്ന്. അത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരം പ്രതിഫലിപ്പിക്കുന്നതാണ്. അപ്പൊ ആ തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, എന്നാൽ ഈ വിമർശനങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടുമില്ല. വീണാ വിജയന്റെ കാര്യത്തിൽ പാർട്ടി എടുത്ത AK ബാലനെ പോലും വിമർശിച്ചു. അതുപോലെ CPIയുടെ സഹയാത്രികരായിട്ടുള്ള CPIയുടെ കമ്മിറ്റികളിലും അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക്. മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് പോലുള്ള വിമർശനം വന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒറ്റത്തോരൻ തോമസ് ഐസക് വരെ മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുകയാണ്. അതെ, മുഖ്യമന്ത്രിയെ വിമർശിച്ചിരിക്കുകയാണ്.
ജനങ്ങളോടാണ് അഭിപ്രായം ചോദിക്കേണ്ടത്, അല്ല നേതാക്കളോടല്ല എന്ന് അദ്ദേഹം പത്തനംതിട്ടയിലെ പരാജയത്തെ തുടർന്ന് പറയുകയുണ്ടായി. ജനങ്ങളാണ് പറയേണ്ടത് തിരുത്തൽ എന്താണ് വേണ്ടത്, അല്ല മുഖ്യമന്ത്രി അല്ല പറയേണ്ടത് എന്ന് വരെ പറഞ്ഞു. കൂടെ വിശ്വസ്തരെല്ലാം ചേരിയിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. തിരുവായ്ക്ക് എതിർവ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ.